പലപ്പോഴും പുരുഷന്മാർ തങ്ങളുടെ സങ്കടമോ ഭയമോ പുറത്തു കാണിക്കാൻ മടിക്കാറുണ്ട്. ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന സാമൂഹിക ധാരണ ഇതിനൊരു പ്രധാന കാരണമാണ്. പകരം അവർ തങ്ങളുടെ വിഷമങ്ങൾ ദേഷ്യത്തിലൂടെയോ അല്ലെങ്കിൽ നിശബ്ദതയിലൂടെയോ പ്രകടിപ്പിച്ചേക്കാം. പ്രശ്നപരിഹാരത്തിനുള്ള താൽപര്യം. ഒരു പ്രശ്നം കേൾക്കുമ്പോൾ അതിനോട് സഹതാപം കാണിക്കുന്നതിനേക്കാൾ അത് എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കാനാണ് മിക്ക പുരുഷന്മാരും മുൻഗണന നൽകുന്നത്. ഇതിനെ ഫിക്സഡ് മോഡ് എന്ന് വിളിക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി. വാക്കുകളിലൂടെ ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ പ്രവൃത്തികളിലൂടെ, ഉദാഹരണത്തിന് കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, സംരക്ഷണം നൽകുക, സ്നേഹം പ്രകടിപ്പിക്കാനാണ് പല പുരുഷന്മാരും താൽപര്യപ്പെടുന്നത്. കേവ് സിൻഡ്രോം. അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പുരുഷന്മാർ മറ്റുള്ളവരിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. ഇതിനെയാണ് മനഃശാസ്ത്രജ്ഞർ മനസ്സിന്റെ ഗുഹയിലേക്ക് പിൻവാങ്ങുക എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്ത് അവർക്ക് സ്വന്തം ചിന്തകൾ ക്രമീകരിക്കാൻ അല്പം സമയം ആവശ്യമായി വരും. പുരുഷന്മാരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടവ. തുറന്നു സംസാരിക്കുക. വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കാതെ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ പങ്കാളിയോടോ സംസാരിക്കുക. സമ്മർദ്ദം തിരിച്ചറിയുക. ജോലിഭാരമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുന്ന സമ്മർദ്ദം തിരിച്ചറിഞ്ഞ് അതിന് ആവശ്യമായ വിശ്രമം നൽകുക. സഹായം തേടാൻ മടിക്കരുത്. മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ ഒരു കൗൺസിലറുടെയോ ഡോക്ടറുടെയോ സഹായം തേടുന്നത് ബലഹീനതയല്ല, മറിച്ച് വിവേകമാണ്.